മലയാളികളെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് തന്നെ ബീഫ് കറിയും പൊറോട്ടയും. അത് കഴിക്കാത്ത മലയാളികൾ വളരെ കുറച്ച്. അതുപോലെ തന്നെ അടിപൊളി കോംബോ നമ്മൾ പത്തിലും ബീഫ് കറിയും. അതുപോലെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടോ? നല്ല ചൂട് കായ വെച്ച് നല്ല ചൂട് വരട്ടിയ ബീഫ് കറിയും കഴിച്ചാലുണ്ടല്ലോ അടിപൊളിയാണ്. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്തേക്കണം. ആ കായ വെച്ചതിൻ്റെ ഒരു പീസ് എടുത്ത് അതിൽ നമ്മൾ ബീഫ് കറിയും ബീഫും ഒന്ന് സ്റ്റഫ് ചെയ്ത് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ഉസാറ് കോമ്പിനേഷൻ. എന്താ ട്രൈ ചെയ്തോ? അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യുന്ന എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് കറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരെ ഈ റെസിപ്പി പരിചയപ്പെടുത്താനും മറക്കരുത്. അല്ലോ ഇൻട്രോ കണ്ടിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഴം എങ്ങനെ പൊരിക്കുന്ന നോക്കാം. പഴം സാധാരണ പൊരിക്കുമ്പോൾ തന്നെ വലിയ പണിയുന്നില്ല, പക്ഷേ അതിൽ പഞ്ചസാര ഇടാൻ പാടില്ല. അതായത് അത്യാവശ്യത്തിന് മൈദപ്പൊടി, വെള്ളം, ഉപ്പിട്ട് നല്ല തിക്ക് ബാറ്റർ ആക്കിയിട്ട് അതിലേക്ക് പഴം ഇട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. പഴം പൊരിക്കുമ്പോൾ മധുരം ആഡ് ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല, പഴത്തിൽ ഓൾറെഡി സ്വീറ്റ് ഉണ്ട്, അപ്പോൾ ഓവർ സ്വീറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഞാൻ ബീഫ് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി ഡ്രൈൻ ചെയ്ത് വെക്കാം. ഇനി അതൊരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കല്ലുപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പിടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ബീഫിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കല്ലുപ്പിടുമ്പോഴാണ്. പൊടിയുപ്പിട്ടാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതെന്താക്കുക നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ പഴം പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ബീഫ് ഒന്ന് വരട്ടാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ, ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ യൂസ് ആക്കാം നിങ്ങൾക്ക്. അപ്പോൾ അതിലേക്ക് ഇനി 4 ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളി നല്ല തിന്നഴിച്ച് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ബീഫിൻ്റെ വേവ് നിങ്ങളുടെ കയ്യിലെ ബീഫിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നില്ല. പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നല്ല പൊരിഞ്ഞ് വരുന്നത്, അതായത് പൊരിഞ്ഞ് നല്ലൊരു സ്മെല്ല് വന്ന അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗിഞ്ചർ ഗാർലിക്കും, പിന്നെ അതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ കീറിയതിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലൊരു ബ്രൗൺ കളറായി വന്നാൽ അതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് ഉടഞ്ഞാൽ അതിലേക്ക് ഇനി സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി ബീഫിൽ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിലൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുരുമുളക് ആഡ് ചെയ്യാം. കുരുമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് ആഡ് ചെയ്യുക. സ്പൈസസ് കൂടുതൽ വേണ്ടവർ അങ്ങനെ ആഡ് ചെയ്യാം. നിങ്ങൾ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഏറ്റവും നല്ലത് എരിവ് ഉണ്ടാകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് വെള്ളം ആച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ബീഫും നമുക്കിതിലേക്ക് വെള്ളം ഊറ്റിച്ചാൽ ഞാൻ ഇതിലേക്ക് ഇടുന്നത്, ഡ്രൈൻ ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്ന വെള്ളത്തോട് കൂടിയിട്ടല്ല ഇടുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ബീഫിൻ്റെ വെള്ളം കുറച്ച് മാത്രം ഞാൻ ഒഴിക്കുന്നുണ്ട്, ഫുൾ വെള്ളം ഒഴിക്കുന്നില്ല. അതൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിൽ പച്ചവെള്ളം ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പച്ചവെള്ളം, നിങ്ങൾക്ക് ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഇതിലേക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് അറ്റ് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് വിതറി, പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഈ ഒരു ടൈമിൽ വെളിച്ചെണ്ണ ഒഴിച്ച ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫ് കറിക്ക് നല്ലൊരു സ്മെല്ലും ആ വെളിച്ചെണ്ണ ഫ്ലേവർ അങ്ങനെ കിട്ടുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ആ വെളിച്ചെണ്ണ ഈ ഒരു ടൈമിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത്. വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് 5 മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ ബീഫ് കറി റെഡി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തേക്കണം, അടിപൊളി ടേസ്റ്റാണ് ഇത്.